സ്നേഹമുള്ളവരെ, റൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. റൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 21. ക്വസ്റ്റ്യൻ നമ്പർ 2. 4-ാം അധ്യായത്തിന്റെ ശീർഷകം എന്ത്? ഉത്തരം റൂത്തിന്റെ വിവാഹം. ക്വസ്റ്റ്യൻ നമ്പർ 3. ബോവാസ് എവിടെ ചെന്നു എന്ന് പറഞ്ഞാണ് അധ്യായം ആരംഭിക്കുന്നത്? ഉത്തരം ബോവാസ് നഗരവാതിൽക്കൽ ചെന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4. ബോവാസ് നഗരവാതിൽക്കൽ ചെന്നപ്പോൾ അവിടെ വന്നത് ആര്? ഉത്തരം മുൻപ് പറഞ്ഞ ബന്ധു. ക്വസ്റ്റ്യൻ നമ്പർ 5. സ്നേഹിത ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ എന്ന് പറഞ്ഞത് ആര്? ഉത്തരം ബോവാസ്. ക്വസ്റ്റ്യൻ നമ്പർ 6. ആരോടാണ് സ്നേഹിത ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ എന്ന് ബോവാസ് പറഞ്ഞത്? ഉത്തരം ബന്ധുവിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 7. സ്നേഹിത ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്തു ചെയ്തു? ഉത്തരം അവൻ അങ്ങനെ ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 8. എവിടെ നിന്നാണ് ബോവാസ് ശ്രേഷ്ഠന്മാരായ 10 പേരെ വിളിച്ചുകൊണ്ടുവന്നത്? ഉത്തരം നഗരത്തിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 9. നഗരത്തിൽ നിന്ന് എങ്ങനെയുള്ളവരെയാണ് ബോവാസ് വിളിച്ചുകൊണ്ടുവന്നത്? ഉത്തരം ശ്രേഷ്ഠന്മാരായ 10 പേരെ. ക്വസ്റ്റ്യൻ നമ്പർ 10. ആരാണ് നഗരത്തിൽ നിന്ന് ശ്രേഷ്ഠന്മാരായ 10 പേരെ വിളിച്ചുകൊണ്ടുവന്നത്? ഉത്തരം ബോവാസ്. 11. ബോവാസ് വിളിച്ചുകൊണ്ടുവന്ന ശ്രേഷ്ഠന്മാരായ 10 പേരോട് എന്തു പറഞ്ഞു? ഉത്തരം ഇവിടെ ഇരിക്കുവിനെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 12. ഇവിടെ ഇരിക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ ശ്രേഷ്ഠന്മാരായ 10 പേർ എന്തു ചെയ്തു? ഉത്തരം അവരും ഇരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 13. ഏത് രാജ്യത്ത് നിന്നാണ് നവോമി തിരിച്ചു വന്നത്? ഉത്തരം മൊവാബ് ദേശത്ത് നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 14. മൊവാബ് ദേശത്ത് നിന്ന് ആരാണ് തിരിച്ചു വന്നത്? ഉത്തരം നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 15. നമ്മുടെ ബന്ധു എന്ന് ബോവാസ് പറയുന്നത് ആരെ? ഉത്തരം എലിമേലെക്കിനെ. ക്വസ്റ്റ്യൻ നമ്പർ 16. നവോമി ആരുടെ നിലത്തിൽ നിന്നും ഒരു ഭാഗമാണ് വിൽക്കാൻ പോകുന്നത്? ഉത്തരം എലിമേലെക്കിന്റെ നിലത്തിൽ നിന്നും ഒരു ഭാഗം. ക്വസ്റ്റ്യൻ നമ്പർ 17. എലിമേലെക്കിന്റെ നിലത്തിൽ എത്ര ഭാഗമാണ് നവോമി വിൽക്കാൻ പോകുന്നത്? ഉത്തരം ഒരു ഭാഗം. ക്വസ്റ്റ്യൻ നമ്പർ 18. അത് നിന്നെ അറിയിക്കണമെന്ന് ഞാൻ കരുതി. ആര് ആരോട് പറയുന്നതാണ്? ഉത്തരം ബോവാസ് ബന്ധുവിനോട് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 19. ആരുടെയെല്ലാം സാന്നിധ്യത്തിൽ നിന്നോട് അത് പറയണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചു എന്നാണ് ബോവാസ് ബന്ധുവിനോട് പറയുന്നത്? ഉത്തരം ഇവിടെ ഇരിക്കുന്നവരുടെയും എൻ്റെ ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 20. റൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം ആരംഭിക്കുന്നത് എങ്ങനെ? ഉത്തരം മനസ്സുണ്ടെങ്കിൽ നീ അത് വീണ്ടെടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 21. എന്തുണ്ടെങ്കിൽ നീ അത് വീണ്ടെടുക്കുക എന്നാണ് ബോവാസ് ബന്ധുവിനോട് പറഞ്ഞത്? ഉത്തരം മനസ്സുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 22. ഡാഷ് ഇല്ലെങ്കിൽ എന്നെ അറിയിക്കുക. ഉത്തരം താല്പര്യമില്ലെങ്കിൽ. ക്വസ്റ്റ്യൻ നമ്പർ 23. എന്തിനാണ് നീ അല്ലാതെ മറ്റാരുമില്ല എന്ന് ബോവാസ് ബന്ധുവിനോട് പറയുന്നത്? ഉത്തരം അത് വീണ്ടെടുക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 24. നീ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ട അടുത്ത ആൾ ഞാനാണ്. ഈ ഞാൻ ആരാണ്? ഉത്തരം ബോവാസ്. ക്വസ്റ്റ്യൻ നമ്പർ 25. വീണ്ടെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ബോവാസ് ബന്ധുവിനോട് പറഞ്ഞത്? ഉത്തരം എന്നെ അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 26. നീ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ട അടുത്ത ആൾ ഞാനാണ് എന്ന് ബോവാസ് പറഞ്ഞപ്പോൾ ബന്ധുവിന്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം ഞാൻ അത് വീണ്ടെടുക്കാം. 27. അത് ഞാൻ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞത് ആര്? ഉത്തരം ബോവാസ്. ക്വസ്റ്റ്യൻ നമ്പർ 28. ആരിൽ നിന്നാണ് വയൽ വാങ്ങേണ്ടത്? ഉത്തരം നവോമിയിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 29.
ആരുടെ നാമം അവകാശികളിലൂടെ നിലനിർത്തേണ്ടതിനാണ് റൂത്തിനെ സ്വീകരിക്കേണ്ടത്? ഉത്തരം മരിച്ചവന്റെ നാമം. ക്വസ്റ്റ്യൻ നമ്പർ 30. മരിച്ചവന്റെ നാമം അവകാശികളിലൂടെ നിലനിർത്താൻ ആരെ സ്വീകരിക്കണം? ഉത്തരം റൂത്തിനെ. ക്വസ്റ്റ്യൻ നമ്പർ 31. അധ്യായം 4:5 ബോവാസ് റൂത്തിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? വിധവയും മൊവാബയുമായ റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 32. ഏത് ദിവസമാണ് വിധവയും മൊവാബിയുമായ റൂത്തിനെ സ്വീകരിക്കാൻ ബോവാസ് ബന്ധുവിനോട് പറയുന്നത്? നവോമിയിൽ നിന്നും വയൽ വാങ്ങുന്ന ദിവസം തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 33. അത് സാധ്യമല്ല. ഏത് സാധ്യമല്ല എന്നാണ് ബോവാസിന്റെ ബന്ധു പറഞ്ഞത്? ഉത്തരം റൂത്തിനെ കൂടി സ്വീകരിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 34. അടുത്ത ബന്ധുവായ വ്യക്തി എന്താണ് റൂത്തിനെ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണമായി പറയുന്നത്? ഉത്തരം അതുവഴി എൻ്റെ അവകാശം കൂടി നഷ്ടപ്പെടാൻ ഇടയാകും. ക്വസ്റ്റ്യൻ നമ്പർ 35. വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക എന്ന് പറഞ്ഞത് ആരോടാണ്? ഉത്തരം ബന്ധു ബോവാസിനോട്. 36. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുമ്പ് നിലവിലിരുന്ന നിയമം എന്ത്? ഉത്തരം ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 37. വീണ്ടെടുക്കാനുള്ള എന്ത് നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക എന്നാണ് ബന്ധു ബോവാസിനോട് പറയുന്നത്? ഉത്തരം അവകാശം. ക്വസ്റ്റ്യൻ നമ്പർ 38. റൂത്തിന്റെ പുസ്തകം 4:7 ഇസ്രായേലിൽ നിലനിന്നിരുന്ന എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഉത്തരം വീണ്ടെടുപ്പും കൈമാറ്റവും. ക്വസ്റ്റ്യൻ നമ്പർ 39. ഇടപാട് സ്വീകരിക്കാൻ ഒരാൾ മറ്റൊരാളെ ഊരിയേൽപ്പിക്കുന്നത് എന്ത്? ഉത്തരം ചെരുപ്പ്. 40. എന്ത് സ്വീകരിക്കാനാണ് ഒരാൾ ചെരുപ്പൂരി മറ്റേ ആൾക്ക് കൊടുക്കുന്നത്? ഉത്തരം ഇടപാട്. ക്വസ്റ്റ്യൻ നമ്പർ 41. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഈ നിയമം നടക്കുന്നത് എവിടെയാണ്? ഉത്തരം ഇസ്രായേലിൽ. ക്വസ്റ്റ്യൻ നമ്പർ 42. അതനുസരിച്ച് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ചെരുപ്പൂരിയത് ആര്? ഉത്തരം ബന്ധു. ക്വസ്റ്റ്യൻ നമ്പർ 43. ആരോടൊക്കെ ആയിട്ടാണ് അതിനുശേഷം ബോവാസ് സംസാരിക്കുന്നത്? ഉത്തരം ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും. ക്വസ്റ്റ്യൻ നമ്പർ 44. ആരുടെയൊക്കെയായ എല്ലാമാണ് ബോവാസ് നവോമിയിൽ നിന്നും വാങ്ങുന്നത്? ഉത്തരം എലിമലേക്ക്, മഹലോൻ, കിലിയോൺ. ക്വസ്റ്റ്യൻ നമ്പർ 45. നിങ്ങൾ സാക്ഷികളാണ്. ആരെല്ലാമാണ് സാക്ഷികൾ? ഉത്തരം ശ്രേഷ്ഠന്മാരും മറ്റുള്ളവരും. ക്വസ്റ്റ്യൻ നമ്പർ 46. ആരുടെ വിധവയെയാണ് ബോവാസ് സ്വീകരിക്കുന്നത്? ഉത്തരം മഹലോന്റെ വിധവയെ. ക്വസ്റ്റ്യൻ നമ്പർ 47. മരിച്ചവന്റെ നാമം എവിടെ നിന്നെല്ലാം മാഞ്ഞു പോകാതിരിക്കാനാണ് റൂത്തിനെ ബോവാസ് സ്വീകരിച്ചത്? ഉത്തരം സഹോദരന്മാരുടെയും ഇടയിൽ നിന്നും ജന്മദേശത്ത് നിന്നും മാഞ്ഞു പോകാതിരിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 48. ആരുടെ നാമം സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്ത് നിന്നും മാഞ്ഞു പോകാതിരിക്കാനാണ് ബോവാസ് റൂത്തിനെ സ്വീകരിച്ചത്? ഉത്തരം മരിച്ചവന്റെ നാമം. ക്വസ്റ്റ്യൻ നമ്പർ 49. ആരിലൂടെ അത് നിലനിർത്താൻ വേണ്ടിയാണ് ബോവാസ് റൂത്തിനെ വിവാഹം ചെയ്യുന്നത്? ഉത്തരം അനന്തരാവകാശികളിലൂടെ. ക്വസ്റ്റ്യൻ നമ്പർ 50. മരിച്ചവന്റെ നാമം എങ്ങനെയാണ് നിലനിർത്താൻ സാധിക്കുക? ഉത്തരം അനന്തരാവകാശികളിലൂടെ. ക്വസ്റ്റ്യൻ നമ്പർ 51. ഇന്ന് നിങ്ങൾ അതിന് സാക്ഷികളാണ്. ഏതിന്? ഉത്തരം റൂത്തിനെ ഭാര്യയായി സ്വീകരിക്കുന്നതിന്. ക്വസ്റ്റ്യൻ നമ്പർ 52. റൂത്തിനെ ഭാര്യയായി സ്വീകരിക്കുന്നതിന് സാക്ഷികൾ ആരെല്ലാം? ഉത്തരം ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും. ക്വസ്റ്റ്യൻ നമ്പർ 53. ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത സ്ത്രീകൾ ആരൊക്കെ? ഉത്തരം റാഹേൽ, ലയ. ക്വസ്റ്റ്യൻ നമ്പർ 54.
റാഹേൽ, ലയ എന്നീ സ്ത്രീകൾ ഏത് ജനത്തിനാണ് ജന്മം കൊടുത്തത്? ഉത്തരം ഇസ്രായേൽ ജനത്തിന്. 55. ആരാണ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്തവരെ പോലെ ആക്കട്ടെ എന്ന് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ഉത്തരം കർത്താവ്. കർത്താവ് ആരെയാണ് ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്തവരെ പോലെ ആക്കട്ടെ എന്ന് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ. ക്വസ്റ്റ്യൻ നമ്പർ 57. എവിടെ ബോവാസ് ഐശ്വര്യവാനാകട്ടെ എന്നാണ് പറയുന്നത്? ഉത്തരം എഫ്രാത്തയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 58. എവിടെയാണ് ബോവാസ് പ്രസിദ്ധനാകട്ടെ എന്ന് പറയുന്നത്? ഉത്തരം ബത്ലഹേമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 59. പേരസിന്റെ പിതാവ്? ഉത്തരം യൂദ. ക്വസ്റ്റ്യൻ നമ്പർ 60. പേരസിന്റെ മാതാവ്? ഉത്തരം താമാർ. ക്വസ്റ്റ്യൻ നമ്പർ 61. യൂദയായ്ക്ക് താമാറിൽ ജനിച്ച മകൻ ആര്? ഉത്തരം പേരസ്. ക്വസ്റ്റ്യൻ നമ്പർ 62. ആരുടെ അനുഗ്രഹത്താലാണ് റൂത്ത് ഗർഭിണിയായത്? ഉത്തരം കർത്താവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 63. റൂത്ത് ഒരു പുത്രനെ പ്രസവിച്ചപ്പോൾ സ്ത്രീകൾ നവോമിയോട് പറഞ്ഞത് എന്ത്? ഉത്തരം നിനക്ക് ഒരു പിന്തുടർച്ച അവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 64. നവോമിക്ക് കർത്താവ് നൽകിയ അവകാശി ഇസ്രായേലിൽ എന്ത് ആർജിക്കട്ടെ എന്നാണ് സ്ത്രീകൾ ആശംസിച്ചത്? ഉത്തരം ഇസ്രായേലിൽ പ്രസിദ്ധി ആർജിക്കട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 65. നവോമിക്ക് ഒരു പിന്തുടർച്ച അവകാശിയെ നൽകിയത് ആര്? ഉത്തരം കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 66. നിനക്ക് ഒരു പിന്തുടർച്ച അവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന് നവോമിയോട് പറഞ്ഞത് ആര്? ഉത്തരം സ്ത്രീകൾ. ക്വസ്റ്റ്യൻ നമ്പർ 67. നവോമിക്ക് നൽകപ്പെട്ട അവകാശി എവിടെ പ്രസിദ്ധി ആർജിക്കട്ടെ എന്നാണ് സ്ത്രീകൾ പറയുന്നത്? ഉത്തരം ഇസ്രായേലിൽ. ക്വസ്റ്റ്യൻ നമ്പർ 68. നവോമിക്ക് ആ അവകാശി എന്ത് പകരുമെന്നാണ് സ്ത്രീകൾ പറയുന്നത്? ഉത്തരം നവജീവൻ പകരും. ക്വസ്റ്റ്യൻ നമ്പർ 69. വാർദ്ധക്യത്തിൽ നിനക്ക് ആര് താങ്ങായിരിക്കുമെന്നാണ്? വാർദ്ധക്യത്തിൽ നിനക്ക് താങ്ങായിരിക്കും. ആർക്ക് ആര് താങ്ങായിരിക്കും? ഉത്തരം നവോമിക്ക് റൂത്തിൽ ജനിച്ച പുത്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 70. എത്ര പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളായ മരുമകൾ എന്നാണ് റൂത്തിനെ വിശേഷിപ്പിക്കുന്നത്? ഉത്തരം 7 പുത്രന്മാരെക്കാൾ. ക്വസ്റ്റ്യൻ നമ്പർ 71. 7 പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവൾ ആര്? ഉത്തരം മരുമകളായ റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 72. റൂത്തിനെ പറ്റി എന്തെല്ലാം വിശേഷണങ്ങളാണ് 4:15 സ്ത്രീകൾ പറയുന്നത്? ഉത്തരം നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളും. ക്വസ്റ്റ്യൻ നമ്പർ 73. നവോമി ശിശുവിനെ എന്തെല്ലാം ചെയ്തുവെന്നാണ് 4:16 പറയുന്നത്? ഉത്തരം മാറോടണച്ചു, അവൾ അവനെ പരിചരിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 74. ആരാണ് നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന് പേരിട്ടത്? ഉത്തരം അയൽക്കാരായ സ്ത്രീകൾ. ക്വസ്റ്റ്യൻ നമ്പർ 75. അയൽക്കാരായ സ്ത്രീകൾ എന്ത് പേരാണ് കുഞ്ഞിന് നൽകിയത്? ഉത്തരം ഓബദ്. 76. ഓബദ് ആരുടെ പിതാവാണ്? ഉത്തരം ജസ്സയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 77. ജസ്സെ ആരുടെ പിതാവാണ്? ഉത്തരം ദാവീദ്. ക്വസ്റ്റ്യൻ നമ്പർ 78. ആരുടെ തലമുറയെ കുറിച്ചാണ് 4-ാം അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം പേരസിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 79.
ഹെബ്രോന്റെ പിതാവ്? ഉത്തരം പേരസ്. 80. ഹെബ്രോന്റെ മകന്റെ പേര്? ഉത്തരം രാം. 81. രാമിന്റെ പിതാവ് ആര്? ഉത്തരം അമീനാദാബാദ്. അമീനാദാബ്. ക്വസ്റ്റ്യൻ നമ്പർ 82. അമീനാദാബിന്റെ മകന്റെ പേര്? നഹഷോൺ. 83. നഹഷോന്റെ മകന്റെ പേര്? സൽമോൻ. 84. സൽമോന്റെ മകന്റെ പേര്? ബോവാസ്. ക്വസ്റ്റ്യൻ നമ്പർ 85. ഓബദിന്റെ പിതാവ്? ബോവാസ്. 86. ബോവാസിന്റെ പുത്രന്റെ പേര്? ഉത്തരം ഓബദ്. ക്വസ്റ്റ്യൻ നമ്പർ 87. ഓബദിന്റെ പുത്രന്റെ പേര്? ഉത്തരം ജസ്സെ. ക്വസ്റ്റ്യൻ നമ്പർ 88. ജസ്സയുടെ പിതാവ്? ഉത്തരം ഓബദ്. ക്വസ്റ്റ്യൻ നമ്പർ 89. ജസ്സയുടെ പുത്രന്റെ പേര്? ദാവീദ്. ക്വസ്റ്റ്യൻ നമ്പർ 90. ദാവീദിന്റെ പിതാവിന്റെ പേര്? ജസ്സെ. ക്വസ്റ്റ്യൻ നമ്പർ 91. യേശുവിന്റെ വംശാവലിയിൽപ്പെട്ട മൊവാബി സ്ത്രീ? ഉത്തരം റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 92. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. റൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ എത്ര സ്ത്രീകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ഉത്തരം 5 സ്ത്രീകളെ. 1 നവോമി, 2 റൂത്ത്, 3 ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത എന്നറിയപ്പെടുന്ന റാഹേൽ, 4 ലയ, 5 പേരസിന്റെ മാതാവ് താമാർ. ഇത്രയും സ്ത്രീകളെ കുറിച്ചാണ് റൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.